പകുതി മുഖം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറൊന്നും ഞാൻ കണ്ടില്ല. അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു കാണാനായിട്ട്. പെട്ടെന്നുണ്ട് അവൻ എന്നോട് പറയുന്നത്, "ഓള് പോയടാന്ന്" പറഞ്ഞു. തലയുടെ ബാക്കിലൊരു തല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് എനിക്ക് ഫുൾ ബ്ലാങ്കായി. ഞാൻ അവിടെ എത്തിച്ച സമയത്ത് എൻ്റെ ചെവിയിലൊക്കെ എന്തൊക്കെയല്ലോ മൊഴിയുന്നുണ്ട്. ഒരിക്കലും കരയരുത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയതോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആ വന്നതിനകത്തെല്ലാം കോമൺ ക്വസ്റ്റ്യനാ. റമീസ് ഖാന്റെ പാസ്റ്റ്, എൻ്റെ പാസ്റ്റ്, നമ്മളെങ്ങനെ കണ്ട്, ഇതാണ് മെയിൻ. പിന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്കൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഫേസ്ബുക്കിലേക്കൂടെ പരിചയപ്പെട്ട സമയത്ത് പിന്നെ നമ്മൾ വാട്സപ്പിൽ ചാറ്റ് തുടങ്ങി. എന്ത് ദുരുദ്ദേശം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തടഞ്ഞിട്ട് ജസീലനെ എൻ്റെ ഭാഗത്തോട്ട് തന്നെ ആക്കിയിട്ട് അറിയില്ല, എന്തോ അത് ഫ്ലോപ്പായിപ്പോയി. ഇവരെ ലവ് സ്റ്റോറിനകത്ത് ഇവർക്കൊരു ഡയറി ഉണ്ട്. ജസീല എഴുതി വെച്ചതാ. ജസീല എഴുതിയത് ഇവരെ മക്കൾക്ക് വലുതാവുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട്. അതെപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു വണ്ടീനകത്ത്. അതിങ്ങനെ ഇപ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടാവും. റൂമിലോട്ടേക്ക് പോകുമ്പോൾ അത് കയ്യിലോട്ടേക്ക് അങ്ങനെ ആയിരുന്നില്ലേ. ഈ രണ്ടുപേര് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ അത് മാത്രമല്ല. സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ പാർട്ട്നേഴ്സ് എങ്ങനെയാണ്? അത് മാത്രമേ നിങ്ങളെ ബെഡ്റൂമിലുള്ള ആ കുറച്ച് സമയങ്ങൾ മാത്രമാണോ സ്നേഹം, അത് മാത്രമാണോ നിങ്ങൾ തമ്മിൽ പങ്കുവെക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മക്കളും കൂടി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും നമ്മളെ ഇടയിൽ ടോപ്പിക്കായിട്ട് വരും. കാരണം കുട്ടികളോട് നമുക്ക് മറന്നിട്ട് നിങ്ങൾ ഈ വാപ്പാനെ മാത്രം ഇതാക്കുന്ന പറയുന്നത് ഞാൻ ഫൽക്കാട് ചെയ്യുന്ന തെറ്റായി. ഇത് റമീസ് ഖാന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വന്നു കഴിഞ്ഞാൽ റമീസ് ഖാന്റെ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്ന ഭാഗത്ത് സ്കിപ്പ് ചെയ്തിട്ട് കാണുക. ഹലോ ഗൈസ്, ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ട് രണ്ടാക്കുണ്ട്. പിന്നെ വെറുതെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ. ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇന്ന് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തീരില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഫേസ് ടു ഫേസ് ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നത് നമ്മളെ Q&A ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മോളെ ബർത്ത്ഡേൻ്റെ സമയത്ത് ആ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സ്റ്റോറി പറയണം എന്ന് പറഞ്ഞേ. അപ്പം സ്റ്റോറി എന്ന് പറഞ്ഞാൽ ദുരന്ത കഥകളാണ്. അത് ഇപ്പം നമ്മൾ ചിരിച്ചിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ കടന്നുപോയ ഭയങ്കരമായ അല്ലേ ആ ഒരു ഇതാ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പം അതായിരിക്കില്ല. കാരണം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ വീണ്ടും ലൈഫിലോട്ടേക്ക് വന്നു, എങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇത്ര നന്നായിട്ട് പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ ആ ഒരു പോസ്റ്റ് യൂട്യൂബിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷേ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്നതിനകത്തെല്ലാം കോമൺ ക്വസ്റ്റ്യനാണ്. റമീസ് ഖാൻ്റെ പാസ്റ്റ്, എൻ്റെ പാസ്റ്റ്, നമ്മളെങ്ങനെ കണ്ട്, ഇതാണ് മെയിൻ. പിന്നെ 1-2 ക്വസ്റ്റ്യനെ മാറ്റമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വീട് എവിടെയാണ്, പിന്നെ എങ്ങനെ പരിചയപ്പെട്ടത് എന്നുള്ളതെല്ലാം നമ്മളെ സ്റ്റോറിൻ്റെ അകത്ത് വന്നതാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാനുള്ള ഇങ്ങനെ വന്ന് സംസാരിക്കാനുള്ള ഒരു മടി കാരണം ഒരുപാട് നാളായി ആ പോസ്റ്റ് ഇട്ടിട്ട് 2 ആഴ്ച നമ്മളപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ മടി കാരണം നമ്മൾ ചെയ്തിട്ടില്ല, ഒരു ചമ്മൽ കാരണം. ഒന്നാമത് ഈ ക്യാമറയുടെ മുന്നിൽ വരാനുള്ള ഒരു റമീസ് ഖാൻ്റെ വീഡിയോസ് ഈ മറ്റേ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായാലും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഞാൻ ക്യാമറേൻ്റെ പുറകിൽ ഇരുന്നിട്ട് റമീസ് ഖാൻ അറിയാണ്ട് ഷൂട്ട് ചെയ്യാൻ, റമീസ് ഖാൻ ക്യാമറയിലോട്ടേക്ക് നോക്കാണ്ട് സംസാരിക്കുന്നത്. നോക്കുന്നത് തന്നെ ഞാൻ നിർബന്ധിച്ച് നോക്കിപ്പിക്കുന്നതാണ്. അങ്ങനെ എടുക്കുന്ന വീഡിയോസ്. അല്ലാണ്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഒട്ടും ധൈര്യം ഇപ്പോൾ ഇല്ല. അല്ലേ, എനിക്കിപ്പോൾ ഒന്നിച്ചിട്ട് ഒരാളുകളോട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളാ പോസ്റ്റിൻ്റെ ഇടയിൽ ഫൽക്കാനെ മുമ്പേ അറിയുന്ന 2 ആൾക്കാർ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വീണ്ടും കാണണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മറക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല നമുക്ക്. അപ്പോൾ നമുക്ക് സ്റ്റോറി തുടങ്ങാം അല്ലേ. നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെ സ്റ്റോറിയാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ പാസ്റ്റ് പറയാം. 2 പേരുടെയും പാസ്റ്റ് പറയാം.
വീഡിയോ ലെങ്ത് കൂടുതലാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് 2 പാർട്ടാക്കി ഇടാം. കാരണം ഞാൻ കഥ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ എല്ലാ ഭാഗങ്ങളും അതിനകത്ത് ഇങ്ങനെ നിറച്ചിട്ടാ പറയാ. പക്ഷെ ഞാനങ്ങനെയല്ല. റമീസ്‌ഖാന്റെ മുഖത്തുണ്ടാ ചടപ്പിന്നെ. ഇല്ല, കാരണം വെച്ചാൽ എനിക്കധികം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എല്ലാം ഷോർട്ടായിട്ടേ പറയുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ പൊലിപ്പിച്ചെടുക്കാൻ അറിയില്ല. ഇല്ല, പൊലിപ്പിക്കേണ്ട ഇല്ല, ആവശ്യമില്ലല്ലോ. കാരണം വെച്ചാൽ നമ്മള് നമുക്ക് സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പോയിന്റും ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ ജസ്റ്റ് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞിട്ട് അങ്ങ് റമീസ് ഖാന്റെ സ്റ്റോറി പറയുന്നതിനകത്ത് റമീസ് ഖാന്റെ പാസ്റ്റ് ലൈഫ് റമീസ് ഖാനെ പറയണേ. എനിക്കറിയാം, നമ്മളൊരുപാട് തമ്മിലിങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം അറിയാം. പക്ഷെ എന്നാലും റമീസ് ഖാൻ പറയുന്നതാണല്ലോ എൻ്റെ ഒരു ശരി. അല്ലേ? ഉം. റമീസ് ഖാൻ തുടങ്ങിക്കോട്ടെ. റമീസ് ഖാൻ തുടങ്ങിയ വെച്ചാൽ എൻ്റെത് പാസ്റ്റിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. റമീസ് ഖാൻ്റെ ഒരു ലവ് ലവ് മാരേജ് ആയിരുന്നു. മാരേജ് ആണ്. അപ്പം നമ്മൾ നിങ്ങൾ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ സ്റ്റോറി പറയാം ചെയ്യാന്ന് തീരുമാനിക്കുന്നതിന് കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മൾ പോസ്റ്റ് കാണുമ്പോൾ വന്നിട്ട് ചോദിക്കും, എന്താ പറ്റിയത്, എന്താ ഇതാക്കി. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ ചെറുതായിട്ട് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ പറയും. അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പം നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് റിപ്ലൈ ഞാൻ കൊടുക്കുന്നില്ല. 1-2 കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്റ്റോറി പറഞ്ഞിട്ടേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വ്യക്തിയോടാണ് ഇനി ഫോളോ ചെയ്തോളൂ. നമ്മൾ സ്റ്റോറി പറയാൻ പോവാണ്. അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ആ സമയത്ത് ഹസ്ബൻഡ് ബർത്ത്ഡേന്റെ സമയത്ത് ഉം. ആ പോസ്റ്റ് ഇങ്ങനെ വൈറലായല്ലോ. അപ്പം അതിനകത്തുണ്ടായിരുന്നു. ആഹാ. അപ്പം നമുക്ക് സ്റ്റോറി തുടങ്ങാം. സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് റമീസ് ഖാന്റെ സ്റ്റോറിയിലോട്ടേക്ക് പോകട്ടെ. നൊക്ലാജിയ വരട്ടെ. ആ, വാ. ഓർമ്മകളൊന്ന് പുതുക്കട്ടെ. എന്തായാലും നമ്മൾ മരിക്കുന്നവരെ മറക്കൊന്നുമില്ല. ഇല്ല. പിന്നെ തമ്മിൽ രണ്ടുപേർക്കും ഒരു കുഞ്ഞു കുശുമ്പ് വരും. നമ്മളിപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് പഴയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുശുമ്പ് വരും. സ്വാഭാവികം. പക്ഷേ ഞാൻ 24/7 ഫൽക്കാൻ്റെ പേര് പറയും വെറുപ്പിക്കലുണ്ട്. റമീസ് ഖാൻ മാക്സിമം എന്നെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ നോക്കലുണ്ട്. ഞാനാണ് അങ്ങോട്ട് പറഞ്ഞിട്ട് പേര് ഇതാക്കി കുത്തല്. അപ്പോൾ റമീസ് ഖാക്ക് പറയാനുള്ള ചടപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ തുടങ്ങി കൊടുക്കാം. റമീസ് ഖാൻ്റെ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. ഒരു 6 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നല്ലേ. കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ 9ാമത്തെ വർഷമാണ്. 6 വർഷം ഉണ്ടായിരുന്നില്ല, ഒരു 4.5 വർഷത്തോളം. പിന്നെ 2 വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. ഉം. ഓക്കെ, അങ്ങനെ അവർ നമ്മളൊരു 9 വർഷം അങ്ങനെയായിരുന്നു നമ്മളെ പഴയ കാലത്ത്. പുതിയ കഥ ഇവിടെ തുടങ്ങിയിട്ട് ഉള്ളേന്ന് പറയാൻ മാത്രമായിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പുതുക്കല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ തളർത്തി കളി. അതുകൊണ്ട് അതങ്ങനെ പറയുന്നില്ല. പറയുന്നില്ല. അല്ല, സ്റ്റോറി പറയില്ല എന്നല്ല കേട്ടോ, നമ്മൾ കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾക്ക് പറയാൻ തുടങ്ങാൻ മടിയല്ലേ, അത് ഞാൻ തുടങ്ങി വെച്ച് തരാം. നിങ്ങൾ പരിചയപ്പെട്ടത് പറഞ്ഞോ, നിങ്ങൾ എങ്ങനെയാ തമ്മിൽ കണ്ടുമുട്ടിയത് പറഞ്ഞു. നമ്മള് കണ്ടുമുട്ടിയതല്ല, നമ്മൾ ആദ്യം എനിക്കറിയാം, അവരോട് പറഞ്ഞു. നമ്മൾ ഫേസ്ബുക്കിലേക്കൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ ഫേസ്ബുക്കിലേക്കൂടെ പരിചയപ്പെട്ട സമയത്ത് നമ്മൾ കസിൻസ് ആയിരുന്നു. പക്ഷെ എനിക്കറിയില്ല, അൺനോൺ ആയിട്ടാണ് എനിക്ക് എൻ്റെ ഇതിലോട്ട് വന്നത്. എനിക്ക് എന്താ പേര് ഓർമ്മയില്ല, വേറെ ഏതൊരു പേരിലാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പം ഞാനങ്ങനെ റിപ്ലൈ കൊടുത്തു. ആ സമയത്താണ്. അപ്പോൾ അത് ഫേസ്ബുക്കിലെ സമയമാണ്. ഈ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ അത്ര ഇതായിട്ടില്ല, ഫേസ്ബുക്കിൻ്റെ സമയമാണ്. അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തു. അപ്പോൾ എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിപ്പിച്ചു. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാനുള്ളൊരു ത്വര. അപ്പം ഞാൻ പല വഴിക്കും ശ്രമിച്ചിട്ട് ഞാനങ്ങനെ ആളെ കണ്ടുപിടിച്ചു. അപ്പോൾ ആളെ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇന്ന ആളല്ലേ പറഞ്ഞിട്ട് പേടിപ്പിച്ചു. അപ്പോൾ അവൾക്കും പേടിയാവാൻ തുടങ്ങി. ഞാൻ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ കണ്ടുപിടിച്ച സമയത്ത് അവൾക്ക് ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കാൻ ഫേസ് ചെയ്യാനൊരു മടി, പേടി. ഞാൻ വീട്ടുകാരോട് പറയുമെന്നുള്ളൊരു പേടി. കാരണം വെച്ചാൽ അവളുടെ വീട്ടിൽ അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ അവളുടെ കസിൻ്റെ ഒരു ഐഡിയിൽ അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മാനോട് പറയുമോ ഉപ്പാനോട് പറയാമെന്നൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മൾ വാട്സപ്പിൽ ചാറ്റ് തുടങ്ങി. പതിയെ ആ ഒരു ഇതൊക്കെ വിഷമങ്ങളൊക്കെ മാറി, പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. പിന്നെ വാട്സപ്പിൽ ചാറ്റ് തുടങ്ങി. അവസാനം ഞാനാണ് പറഞ്ഞത് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. ജസീല എന്ന പേര്. ജസീല എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിച്ചില്ല. അവൾ കുറച്ച് ദീനും ദുനിയാവും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു കുടുംബത്തിലൊരു പെൺകുട്ടിയും കൂടിയാണ്. ഭയങ്കര ദീനാണ്. അപ്പോൾ സമ്മതിച്ചില്ല. ഇപ്പോൾ സ്വാഭാവികമാണല്ലോ, പെൺകുട്ടികൾക്ക് പിന്നെ നമ്മളൊരു ആൺകുട്ടിയുടെ സ്നേഹം കിട്ടുമ്പം ആ ഒരു പ്രായത്തിൽ വീണ് പോകും. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അവിടെ പൂത്തുലഞ്ഞ്. പിന്നെ ഞങ്ങൾ
പ്രേമിച്ചു. ഒരുപാട് കാലങ്ങൾ ആരും അറിയാതെ പ്രേമിച്ചു. ഉം. ഞങ്ങളെ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു, ആ സമയത്ത് നമ്മളൊരു ഇപ്പം എബൗട്ട് എന്നാണുള്ളത്. പണ്ട് സ്റ്റാറ്റസ് എന്നാണുള്ളത് വാട്സപ്പിൻ്റെ. ഉം. അപ്പോൾ ആ എബൗട്ടിൽ നമുക്ക് എനിക്ക് അയക്കാനുള്ള മെസ്സേജ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യും. അപ്പോൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അവളും അതേപോലെ തന്നെ കള്ളന്മാരാണ്. കള്ളന്മാർ നല്ലോണം ഇത്. കാരണം വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഉം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് കാലം അങ്ങനെ ചാറ്റ് ചെയ്യും. പിന്നെ അതും ഒരു പിടിക്കപ്പെടും എന്നായപ്പം ഒരിക്കൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണും കാര്യങ്ങളൊക്കെ പിടിച്ചു. അവസാനം അങ്ങനെ ഫോണ് ഇതാക്കി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ചാറ്റാൻ തുടങ്ങിയത് ടെലഗ്രാം വഴിയാണ്. ഉം. ടെലഗ്രാം അങ്ങനെ ആരും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചാറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നശിപ്പിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. അല്ല, അങ്ങനെ നമ്മൾ ടെലഗ്രാം വഴി ചാറ്റാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നമ്മൾ ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യും. ഒരുപാട് കാലങ്ങളോളം നമ്മൾ ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ കോളേജിൽ പോയിട്ട് അവൾ സർസൈ കോളേജിലാണ് പഠിക്കാറ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ജീപ്പും കൊണ്ടുപോയിട്ട് ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ നമ്മൾ ഒരിക്കൽ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമാണ് ഞാൻ അവസാനം ഞാൻ അവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതാണ്. കാരണം എനിക്ക് അവളെ അത്ര ഇഷ്ടമായിരുന്നു. അത്ര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊരു ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഒരു ഇഷ്ടമായിരുന്നേ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കാണാൻ പോവും. കാണാൻ പോയിട്ട് ഞങ്ങളങ്ങനെ ഒരിക്കൽ പുറത്തോട്ട് പോയി. ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഞാൻ ഫോഴ്സ് ചെയ്യിച്ചിട്ട് നമ്മൾ ബീച്ചിലോട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിലോട്ട് പോയ സമയത്ത് ഞങ്ങളങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് സദാചാര പോലീസ് വന്ന്, പോലീസല്ല കേട്ടോ, സദാചാര ടീംസാണ്. അവർ വന്നിട്ട് നമ്മളെ നട്ടുച്ചയാണ്. അപ്പം എൻ്റെ അടുത്തോട്ട് വന്നു. അങ്ങനെ എന്തൊക്കെയോ മോശമായിട്ട് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ ജീപ്പിൽ ആ സമയത്ത് വലിയ പ്രായമൊന്നുമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ ജീപ്പിൽ ഇപ്പൊ ഭയങ്കര പ്രായമാണ്. ഇല്ലേ, അന്നേരം എനിക്ക് അത്ര വലിയ ചോരത്തിളപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ എൻ്റെ ജീപ്പിൽ അവർ കുറച്ച് ആൾക്കാരും ജസീലയും കൂടിയിട്ട് ആ ജീപ്പിൽ ഇരുത്തിയിട്ട് ഞങ്ങളെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട്, വിജനമായിട്ടുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് അവളെ പിടിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ ഭാഗത്തേക്കാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ജീപ്പിൽ ഇരുത്തിയിട്ട് ഞങ്ങളെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട്, വിജനമായിട്ടുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് അവളെ പിടിച്ച് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അവരുടെ ഭാഗത്തേക്കാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് കയറി ചൂടായപ്പോൾ എനിക്കൊരു തല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. തലയുടെ ബാക്കിലൊരു തല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സമയം എല്ലാം ബ്ലാങ്ക് ആയിരുന്നു. എന്നാലും ഞാൻ കൈവിട്ടില്ല. അവളെ എൻ്റെ ഭാഗത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ അതിന് ശേഷം അവർക്ക് അതൊന്നും നടക്കുന്നില്ല, അവരെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ വീട്ടിലോട്ട് വിളിക്കാൻ തുടങ്ങി. എൻ്റെ നമ്പർ കൊടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ട് എൻ്റെ നമ്പർ കൊടുത്ത് ഞാൻ എൻ്റെ കസിൻ്റെ നമ്പറാണ് കൊടുത്തത്. അങ്ങനെ അവളുടെ അതുവഴി പോകുമ്പോൾ അവളുടെ ഉപ്പാടെ ഒരു സുഹൃത്ത് കണ്ടു. അപ്പോൾ സുഹൃത്ത് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവളുടെ ഉപ്പാനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജസീലയുടെ ഉപ്പാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവളുടെ ഉപ്പ വന്നു. അവളുടെ ഉപ്പ വന്നു. പിന്നെ എന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവർ പറയുന്നു ഞങ്ങളുടെ ഭാഗത്ത് മോശമായിട്ട് എന്തെല്ലോ പ്രവർത്തികൾ നടന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയല്ലോ ഞങ്ങളെ അപമാനിച്ചു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്താ വെച്ചാൽ വീട്ടിലെല്ലാം അറിഞ്ഞു. അപ്പോൾ എളുപ്പമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് കാരണം നമ്മൾ പ്രായം ഒരു പ്രശ്നമാണ്. ഞാൻ ജോബ്ലെസ് ആയിരുന്നു. എനിക്ക് ജോബ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായി. പിടിക്കപ്പെട്ടു. അതിനുശേഷം കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കോണ്ടാക്റ്റേ വിട്ടുപോയി. കോണ്ടാക്റ്റ് വിട്ടുപോയി മീൻസ് വീട്ടുകാരുടെ ഇത് കാരണം കുറച്ച് കാലം അവൾ കോളേജിലൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ആയിപ്പോയി. പിന്നെ ഞാനും അതേപോലെ തന്നെ ഡെസ്ക് പഠിച്ച് വീട്ടിൽ തന്നെയായി. അങ്ങനെ എന്തൊക്കെയല്ലോ ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ അന്നേരം ഞാൻ അങ്ങനെ നാട്ടിലൊക്കെ അറിയപ്പെട്ടത് ഞാൻ ഏതോ ഒരു സ്ത്രീയായിട്ട്, അത് വലിയൊരു പ്രായമുള്ള സ്ത്രീയായിട്ട് എന്നെ പിടിക്കപ്പെട്ടെന്നുള്ള ഒരു ന്യൂസാണ് നാട്ടിലൊക്കെ പ്രചരിച്ചത്. അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ നമ്മളെ
സൊസൈറ്റിക്ക് ഭയങ്കര കഴിവാണ്. എല്ലാരും അല്ലെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. കാരണം ഹാപ്പി. ഞാൻ ഈ ഒരു ഇതൊക്കെ എൻ്റെ സ്റ്റോറി പറയുമ്പോൾ എൻ്റെ കഥകൾ പറയാം. ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മൾ അനുഭവിക്കുക മെയിലിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സിംഗിൾ മദറായിട്ട് ജീവിക്കുമ്പോൾ. അത് ഞാൻ എൻ്റെ സ്റ്റോറി പറയുമ്പോൾ പറയട്ടെ. ഇത് കേട്ടപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. എന്നിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഞാൻ ഏതോ സ്ത്രീയായിട്ട് പിടിക്കപ്പെട്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിലായിട്ട് ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ എന്ന് പറയുമ്പോൾ കോഴിക്കോട് അതന്നെ പല പല സ്ഥലത്ത് ബ്ലാത്തൂര്, പിന്നെ മട്ടന്നൂര്, അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവർ പറയുന്നത്. എന്നെ അവിടുന്ന് ഒരു സ്ത്രീയായിട്ട് പിടിക്കപ്പെട്ടു, ഇവിടുന്ന് ഒരു സ്ത്രീയായിട്ട് പിടിക്കപ്പെട്ടു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടന്നേ. പിന്നെ അങ്ങനെ ഞാനും ഡ്രസ് പഠിച്ച ഒരുപാട് എല്ലാം വീട്ടിലിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ കോണ്ടാക്ട് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒരുപാട് കാലം നമ്മളിങ്ങനെ സംസാരം ചാറ്റലായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഖത്തറിലോട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ ഓണറബിൾ വിസക്ക് പോയി. 6 മാസത്തെ എൻ്റെ സാലറിനെ കൊണ്ട് ഞാൻ എൻ്റെ നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് വന്നത്. അപ്പം നിക്കാഹ് കാരണം അതിനിടയ്ക്ക് അവൾക്ക് ഒരുപാട് പ്രപ്പോസലും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലോണം പഠിക്കും. നല്ലോണം എന്ന് വെച്ചാൽ നല്ല പോലെ പഠിക്കുമായിരുന്നു. പിന്നെ മദ്രസ അധ്യാപികയാണ്. പിന്നെ മോണ്ടിസറി അത് പിന്നെ അങ്ങനെ എന്തൊക്കെയല്ലോ ക്ലാസ് കഴിഞ്ഞതാണ്. അങ്ങനെ കൊറോണ സമയത്തായിരുന്നു നാട്ടിലോട്ട്. അപ്പോൾ എനിക്ക് ചെറിയ തൊണ്ടവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് കാണിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ നാട്ടുകാർ സ്ഥിരീകരിച്ചു എനിക്ക് കൊറോണയാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ ഹെൽത്തുകാരൊക്കെ ഒരുപാട് വട്ടം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച ഡേറ്റിന് നമുക്ക് നിക്കാഹിൻ്റെ ആ ഒരു ഇത് നടത്താൻ പറ്റിയില്ല. അവസാനം എന്ത് ചെയ്തു, കല്യാണവും അങ്ങനെയല്ല. ഇതിപ്പോ നിക്കാഹിലോട്ടേക്ക് എത്തി. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ലവ് മാരേജ് ആണ്. അപ്പൊ വീട്ടില് എപ്പോഴും സംസാരിച്ചേ? ഖത്തറിൽ പോകുന്നതിന് മുമ്പ് സംസാരിച്ചു? വീട്ടില് സംസാരിച്ചതെന്ന് വെച്ചാൽ നമ്മള് പിന്നെ എൻ്റെ ഉപ്പ ആരാന്നറിയില്ല പോയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനും സംസാരിച്ചിട്ടുണ്ട്. അവള് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇങ്ങനെ പിന്നെ പ്രപ്പോസൽ വന്നു, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടായിരുന്നേ. അപ്പം പിന്നെ വന്നു. പക്ഷെ ഒന്നും സമ്മതിക്കുന്നില്ല, ഇവള് സമ്മതിക്കുന്നില്ല. കാരണം വെച്ചാല് ഞാനുണ്ടല്ലോ ഉള്ളില്. അപ്പം അങ്ങനെ പിന്നെ ഒന്നും നടക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ ഉളുപ്പാനോട് സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാല്ലാ നോക്കിയിട്ട് നടത്തി തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം ഓക്കെ ആയി. വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല സമ്മതിക്കാൻ. വലിയ ബുദ്ധിമുട്ട് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് ജോബ്ലെസ് ആണ്. ജസീല ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ജസീല നല്ലപോലെ പഠിക്കും. അതേപോലെ എന്താ പറയാ, നല്ലപോലെ വെച്ചാല് എല്ലാം കൊണ്ട് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ എന്നേക്കാൾ ഞാൻ എങ്ങനെയാണെന്ന് അറിയാലോ, എൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ അറിയാലോ. എന്നേക്കാൾ ബെറ്റർ ക്വാളിഫൈഡ് ആയിട്ടില്ല, അത് എന്നേക്കാൾ എന്താ പറയുക ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ ആ സമയത്ത് അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനായിപ്പോയി. അങ്ങനെ അവളുടെ ഉപ്പാനോട് പോയിട്ട് കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്ന ഡേറ്റിനാണ് ഞാൻ ജസീലാനോട് ഉദ്ദേശിച്ചതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നടക്കുന്നില്ല. ഞാൻ ക്വാറന്റൈനിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു കാര്യം തീരുമാനിച്ചു, കല്യാണം നിക്കാഹും ഒന്നിച്ചാക്കിയേക്കാം. അങ്ങനെ ആ സമയത്ത് ഒരുപാട് പൈസയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിലും ആയിരുന്നില്ല അന്നേരം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എല്ലാം കൂട്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളതും കാര്യങ്ങളിലായിട്ട് ഞാനൊരു ചെറിയ രീതിയിലൊരു എന്നാലാവുന്ന രീതിയിൽ കാരണം നിക്കാഹിന് വന്ന് ഞാൻ കല്യാണം തന്നെ ആക്കി. അങ്ങനെ കല്യാണമെല്ലാം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ നല്ല ലൈഫായിരുന്നു, ഹാപ്പി ലൈഫായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിലായല്ലോ, ഞാൻ തിരിച്ച് പോകാനുള്ള എനിക്കൊരു ഇതില്ലായിരുന്നില്ല. എനിക്ക് ജോബും കാര്യങ്ങളും ഞാൻ നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 2 ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും കൂടിയിട്ട് 2 ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റിൻ്റെ ഷോപ്പും ഗെയിമിങ്ങിൻ്റെ ഷോപ്പും. അറിയില്ല, എന്തോ അത് ഫ്ലോപ്പായിപ്പോയി. അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജസീല എനിക്ക് എൻ്റെ മെൻ്റലി ആയിരുന്നാലും ഫിനാൻഷ്യലി ആയിരുന്നാലും ട്യൂഷൻ എടുക്കുമായിരുന്നേ.
എനിക്ക് നല്ലപോലെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ചില സമയത്ത് ജെസ്സിയിലായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനൊരു നാണവുമില്ലാതെ ഞാൻ പറയും ട്ടോ. കാരണം വെച്ചാൽ എൻ്റെ കയ്യിലില്ലാത്ത സമയത്ത് അവൾ നല്ലപോലെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ജെസ്സില എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോവാതെ പോകണ്ട, നമുക്ക് നാട്ടിലെന്തെങ്കിലും നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്ക് പോവാതിരിക്കാൻ വേറെ വഴിയില്ല. എൻ്റെ ഫിനാൻഷ്യലി എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കണമല്ലോ. അങ്ങനെ ഞാൻ പോവാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് എൻ്റെ ഇക്കാക്കനോടൊക്കെ പറഞ്ഞു. വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു, എല്ലാം മെഡിക്കലും കാര്യങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞ് സൗദിയിലോട്ടാണ് പോകുന്നത്. അപ്പം രണ്ടാളും നല്ലപോലെ വിഷമത്തിലാണ്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ സ്നേഹിച്ചിട്ട് ഒരു വർഷം മാത്രം നമുക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മള് നോക്കി ഇതാക്കി എന്താ പറയാ, പിന്നെ അതിനിടയ്ക്ക് ഇവള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ എന്നുള്ളൊരു ഇത് നമ്മൾ കുറച്ച് കാലം നമ്മൾ അങ്ങോട്ടേക്ക് തള്ളി നീക്കി വെച്ചായിരുന്നു. ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. റമീസ്കാക്ക് മക്കളുണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറയാൻ വേണ്ടി അതെ. പോകുന്നത്. പഠിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ പോയിരുന്ന സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ഇരിക്കും. പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കേണ്ടത് പിന്നെ എന്താണെന്നെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നഴ്സിംഗ് ആയിരുന്നു ഇഷ്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾക്ക് ടീച്ചിങ്ങിനോട് വരുന്ന താല്പര്യം. ഞാൻ പറഞ്ഞു, ഒരു നിബന്ധന വെച്ചു. ഞാൻ ടീച്ചിങ് ബി.എഡ് പഠിപ്പിക്കും. ബി.എഡ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇനി എനിക്ക് PSC എഴുതി പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷത്തിൽ PSC എഴുതി പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നീ പഠിച്ചോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നഴ്സിംഗ് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, എന്തായിരുന്നാലും ഞാൻ അവൾക്ക് വാശി കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തായിരുന്നാലും ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ PSC പിടിച്ചിരിക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ, നമുക്ക് ബി.എഡ് പോകാൻ. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. ഞാൻ സൗദിയിലോട്ട് പോയി നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഒരു മൊബൈൽ ഷോപ്പിലാണ് നിന്നത്. ആ മൊബൈൽ ഷോപ്പിൻ്റെ ഓണർ നമ്മൾ കുഞ്ഞാപ്പ എന്ന് വിളിക്കല്, സൈനുദ്ദീൻ എന്നാണ് പേര്. പിന്നെ അപ്പം പുള്ളിക്കാരനാണ് എന്നെ ഫസ്റ്റ് നല്ലൊരു സാലറിയിൽ മൂപ്പർ എന്നെ ജോബിന് വെച്ചിട്ടുണ്ടായിരുന്നു. സെയിൽസ്മാൻ വെച്ചാൽ അവിടുത്തെ കടയിൽ ഞാൻ ആക്സറി ഷോപ്പിലാണ് നിന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മാറി. ഞാൻ കമ്പനിയിലോട്ട് മാറി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളും. അതിനിടയ്ക്ക് എൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മുഴുവനായിട്ട് തീർത്തില്ലെങ്കിലും ഒരു 85% ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഞാൻ എൻ്റെ ജസീലാനെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വിസ എടുത്തു. അതിനിടയ്ക്ക് ബി.എഡിൻ്റെ കോഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എക്സാം കാരണമാണ് ഞാനിങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയത്. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരേ നിപ്പ് അവിടെ നിന്നാണ്. കാരണം ഇവളെ എനിക്ക് ഒന്ന് സേഫ് ആക്കാനും എൻ്റെ ഒന്നിച്ചാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിസ എടുത്തു, ടിക്കറ്റ് എടുത്തു, പിന്നെ എല്ലാം എടുത്തു. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സൗദിയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്ത് വെച്ച്. റൂമും കാര്യങ്ങളും. ഞാനും ഇക്കാക്കൻ്റെ ഭാര്യയും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. 3 ബെഡ്റൂമിൻ്റെ ഒരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കാനായിരുന്നു എൻ്റെ പ്ലാന്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ദിവസം കറക്റ്റ് 30 ദിവസം ബാക്കി നിൽക്കെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. നമ്മളതിനകത്ത് കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ലൈഫിൽ ട്രാജഡി സംഭവിക്കുന്നത് ഒരേ വർഷത്തിലാണ്. മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പിന്നെ എന്നോട് പറയാണ്, ജസീല എവിടെ ഇല്ലെന്ന് വെച്ച്. ഞാൻ പറഞ്ഞിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു വരുന്ന അങ്ങനെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ അവള് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് കൂടെ ആരാണെന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉപ്പയാണെന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ട് അവൻ എന്നോട് പറയുന്നത്, ഓള് പോയടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വണ്ടി ഓട്ടത്തിലായിരുന്നേ.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ഥലവും പറഞ്ഞ സ്ഥലവും ഇതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ എൻ്റെ മൈൻഡിലേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പറഞ്ഞതും കാര്യങ്ങൾക്കും. അങ്ങനെ അവള് പോയെടാന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും എനിക്ക് ഫുൾ ബ്ലാങ്കായി. ഞാന് വണ്ടി എടുത്തിട്ട് എങ്ങനെയാണ് വെച്ചാൽ നടു റോഡാണ്. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയല്ലോ വണ്ടി എടുത്തിട്ട് ഞാൻ ഓഫീസിലെത്തി. പിന്നീട് ഞാൻ ഓഫീസിലെത്തിയ പാടുണ്ട് എൻ്റെ ഇക്കാക്ക എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് വന്നു. അപ്പൊ ഞാൻ ഇക്കാക്കാനെ വിളിച്ചിട്ട് പറയുന്നു. നാട്ടില് വിളിച്ചിട്ടൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ആരൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ആർക്കാണ് എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് ആര് ഫോൺ എന്നിട്ട് ഇക്കാക്ക വന്ന് എന്നെ കൂട്ടിയിട്ട് പോയേ. ഇക്കാക്ക കൂട്ടിയിട്ട് പോയിട്ട് പിന്നെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയതോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എങ്ങനെ എത്തിയതെന്നോ അങ്ങനെയൊരു അവസ്ഥയായിരുന്നു. ഞാൻ എറണാകുളത്തായിരുന്നു ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത്. അത് ഞാൻ പറഞ്ഞല്ലോ എന്നെ ഫസ്റ്റ് ഷോപ്പില് ഇതാക്കിയ ഒരാള് പറഞ്ഞില്ലായിരുന്നോ? അവരാണ് എന്നെ കൂട്ടാൻ വേണ്ടി വന്നത്. എറണാകുളത്ത് നിന്ന് എത്ര സമയമെടുത്തു, എന്തെടുത്തു, എങ്ങനെയായെന്നൊന്നും എനിക്കറിയില്ല. എന്നെ അവിടെ എത്തിച്ചു. അവിടെ എത്തിച്ച സമയത്ത് എൻ്റെ ചെവിയിലൊക്കെ ആരൊക്കെയല്ലോ എന്തൊക്കെയല്ലോ മൊഴിയുന്നുണ്ട്. ഒരിക്കലും കരയരുതെന്നല്ല, നീ എന്ത് വന്നു കഴിഞ്ഞാലും വീട്ടിന്ന് ഒരിക്കലും കരയരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞു. കരയാതെ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം എന്നെ കാണിച്ചത് ജസീലനെ കാണിച്ചത് ഒരു ഹോസ്പിറ്റലിന് മുന്നിലായിരുന്നു. അവിടുന്ന് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ശരിക്കും എനിക്കൊന്നും. അത് കഴിഞ്ഞിട്ട് ഞാന് വീട്ടിലോട്ടെത്തി. വീട്ടിലോട്ടെന്ന് എന്നോട് ആരും കരയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് കരയാതെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെ ഞാന് കരയാതെ ഞാൻ പിടിച്ചു നിന്നു. പിടിച്ചെന്ന് കാരണം വെച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്കെൻ്റെ പകുതി മുഖം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറൊന്നും ഞാൻ കണ്ടില്ല. അത്രേ എ ഉണ്ടായിരുന്നുള്ളൂന്ന് തോന്നുന്നു കാണാനായിട്ട്. അറിയില്ല. അങ്ങനെ ഞാന് എന്തായിരുന്നു സംഭവിച്ചെന്ന് പറ. ആക്സിഡന്റ് ആയിരുന്നു. ഒരു ലോറിയും ഒരു ബൈക്കുമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു. ജസീല ബൈക്കിലായിരുന്നു ഉണ്ടായത്. ഉപ്പയും അവളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരവായിരുന്നു. അവൾക്ക് പനിയായതുകൊണ്ട്. അപ്പം അറിയില്ല എന്താ സംഭവിച്ചതെന്ന്, എങ്ങനെയാണ്, ആരുടെ ഭാഗത്താണ് തെറ്റൊന്നും ഞാൻ ഇതുവരെയായിട്ട് അന്വേഷിക്കാൻ നിന്നിട്ടില്ല. ആരോടും ഞാൻ ചോദിക്കാനും നിന്നിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. മറവാടി കഴിഞ്ഞു. മറവാടി കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് ഓർമ്മകളായിരുന്നു. ഒരുപാട് കാലത്തോളം എനിക്ക് ഓർമ്മകളായിരുന്നു. ഞാന് സൗദിയിലോട്ട് വീണ്ടും തിരിച്ചു പോയി. എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചുകഴിഞ്ഞാല് ഇക്കാക്ക, ഭാര്യ, എനിക്ക് എല്ലാവരും എൻ്റെ സർക്കിളിലുണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എവിടെ ആരൊന്നും ഇല്ലാത്ത രീതിയില് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് വന്ന് എൻ്റെ വേറൊരു ഇക്കാക്ക ഉണ്ടായിരുന്നു. കമറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളീനോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയാണ് എന്നെ ഖത്തറിലോട്ട് കൊണ്ടുപോയത്. ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് ആ മനുഷ്യനോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ നിന്നിട്ട് പോലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന ആ ഒരു ഇതില് ഞാൻ എത്തുന്നതിന് മുന്നേയും പുള്ളിക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജസീലൻ്റെ ആ ഒരു അവസ്ഥ കേട്ടിട്ട് ഒരുപാട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരനോട്. അങ്ങനെ ഞാൻ ഖത്തറിലോട്ട് പോയി. എനിക്കൊരു പുതിയൊരു ജോബിൻ്റെ ഒരു സാഹചര്യം തെളിയിച്ചു തന്നത് എല്ലാം മൂപ്പരായിരുന്നു. എൻ്റെ ലൈസൻസ് എടുക്കാനും കാര്യങ്ങളിലും എല്ലാം മൂപ്പരായിരുന്നു എനിക്കെല്ലാം ഇതാക്കി തന്നത്. അങ്ങനെ ഞാന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ തന്നെ. കാരണം വെച്ചാല് എനിക്ക് വേറെ ഞാൻ ഞാൻ എന്നോട് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാൻ ആകെ എൻ്റെ ഇക്കാക്കാൻ്റെ അടുക്കയും എൻ്റെ ഉമ്മാൻ്റെ അടുക്കയും പിന്നെ ഫഹദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ കസിൻ ഉണ്ട്. കസിൻ മാത്രമല്ല, ജസീലയുടെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് ഫഹദ്. അവൻ്റെ അടുക്കയും പിന്നെ കമറുവിൻ്റെ അടുക്കയും മാത്രമേ ഞാൻ എൻ്റെ സങ്കടങ്ങൾ എല്ലാം ഞാൻ പറയാറുള്ളൂ. വേറെ ആരോടും ഞാൻ എൻ്റെ സങ്കടങ്ങളൊന്നും പറയാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ആരും വേണ്ട, നാട്ടിലോട്ടൊന്നും വിളിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഞാൻ ഉമ്മാനെയൊക്കെ വിളിക്കുന്നത് 1.5 മാസം കൂടുമ്പോൾ, 2 മാസം കൂടുമ്പോഴൊക്കെ ഒരിക്കൽ വിളിച്ചാലായി. ഇക്കാക്കമാർ ആര് ഫോൺ വിളിച്ചാലും ഞാൻ എടുക്കില്ല.
അങ്ങനെ ഒരുപാട് കാലത്തിന് അങ്ങനെ നമ്മള് ഇതിന് ശേഷാണ് നമ്മുടെ ഇവൻ വഴി നമ്മള് പരിചയപ്പെടുന്നത്. അതിനകത്ത് ഇവരെ ലവ് സ്റ്റോറിനകത്ത് ഇവർക്കൊരു ഡയറി ഉണ്ട്. ജസീല എഴുതി വെച്ചതാ. ജസീല എഴുതിയത് ഇവരെ മക്കൾക്ക് വലുതാവുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട്. അത് വേറൊരു കാര്യം കൂടി ഉണ്ട് ട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജസീല വരാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി എല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയറി ഈ ഡയറി മാത്രമായിരുന്നില്ല, വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിന് മുന്നേ 1, 2 സർപ്രൈസ് ആയിട്ട് എനിക്ക് സൗദിയിലോട്ട് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവള് വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് ഒരു വലിയൊരു ബോക്സിൽ ഡയറിയും വേറെ എന്തൊക്കെയോ ഐറ്റംസ് ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ചെയ്ത് എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അതിന് ശേഷം എനിക്ക് കിട്ടിയപ്പോഴും ഒരുപാട് ഇപ്പോഴും ഞാൻ പറയാലോ, അവളുടെ ഒരുപാട് തിങ്സ് എൻ്റെ വീട്ടിലെ എൻ്റെ ഷെൽഫിൽ അവിടെ കിടക്കുന്നുണ്ട്. നീ മറ്റേ ഇത് കണ്ട് ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ബോട്ടിൽ അങ്ങനെ നമ്മൾ പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ ഹെയർ എന്തിനകത്ത് ഇട്ടിട്ടാ വെച്ചേ? അത് ലിക്വിഡിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ അതിൽ അതെപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു. വണ്ടീനകത്ത് അതിങ്ങനെ ഇപ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടാവും. റൂമിലോട്ടേക്ക് പോകുമ്പോൾ അത് കയ്യിലോട്ടേക്ക് അങ്ങനെ ആയിരുന്നില്ലേ? അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. കൂടെ കൊണ്ട് കിടക്കുന്ന സാധനമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അവളുടെ തിങ്സും കാര്യങ്ങളൊക്കെ എൻ്റെ റൂമിലുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്. അവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. ഉമ്മാൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരെയും ഇവിടെ ഞാൻ ജസീലയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. അത് ഒരിക്കലും ഞാൻ അങ്ങനെ ഇവളോട് ഞാൻ എപ്പോഴും ഞാൻ പറയാറില്ല. എന്തെങ്കിലും ഇൻസിഡൻറ്റ് വന്നാൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തിങ്സ് ആയിരുന്നു, എന്തായിരുന്നാലും അവളുടെ തിങ്സ് ആയിരുന്നാലും കാര്യങ്ങളായിരുന്നാലും ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാനേ ഞാൻ നോക്കാറുള്ളൂ. ഞാനൊന്നും ഇതുവരെയായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം വെച്ചാൽ ഇവളിപ്പോൾ എൻ്റെ പാർട്ട്ണറാണ്. എൻ്റെ പാർട്ട്ണർ ഇപ്പോൾ എനിക്ക് വിഷമിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിനർത്ഥം ജസീലനെ മറന്നൊന്നോ ഇതാക്കിയൊന്നും അല്ല കേട്ടോ. ജസീല എപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ എന്താണ്, ഞാനിപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൾക്കത് വിഷമാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ട് അവളുടെ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അതിനുശേഷം അങ്ങനെ ഇരിക്കാതെ നിന്നെ ഞാൻ ഖത്തറിന് പരിചയപ്പെട്ടപ്പം അതിനുശേഷം ഞാൻ ഖത്തറിന് പരിചയപ്പെട്ടു, നാട്ടിൽ വന്നു. അതിനുശേഷമാണ് എൻ്റെ ലൈഫിലോട്ട് സന്തോഷങ്ങൾ വന്നു തുടങ്ങിയത്. അതുവരെ എൻ്റെ ലൈഫിൽ സങ്കടങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയായിരുന്നു. അത്രയും സങ്കടങ്ങൾ ഒറ്റപ്പെടലിന്റെ വേദനയില്ലേ? ഇപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാവൂല. മറ്റുള്ളവർക്ക് പറഞ്ഞാല് ഒന്ന് പ്രണയനൈരാശ്യം അനുഭവിച്ചവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മളെപ്പോലെ ഇതുപോലെ അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ പ്രവാസികൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഞാൻ പ്രവാസിന്റെ ഭാര്യനും ആള് ഒരു പ്രവാസിനും. അപ്പം അവർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലാണ്ട് തന്നെ മനസ്സിലാവും ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ സംഭവം. കാരണം നമുക്ക് നമ്മളെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും, ഉമ്മ ഉണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ഉപ്പ ഉണ്ടാവും, പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടായിരിക്കും. ഒരുപാട് വലിയൊരു ടൗണിൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറോടാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും. ഇപ്പം ഞാനെല്ലാം വന്നിട്ട് നിങ്ങളോടല്ലേ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ റീൽസിലെല്ലാം കാണാം, ഇങ്ങനെ ഓടിപ്പോയി ഭർത്താവിനോട് പറയാൻ വേണ്ടി നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ റമീസ് ഖാൻ്റെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയായിരുന്നു. അവർ ഭയങ്കര സ്നേഹത്തിൽ ജീവിച്ച ആൾക്കാർ, നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ ജീവിച്ച ആൾക്കാർ. അപ്പം അങ്ങനെ രണ്ടുപേരും സ്നേഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോയാൽ അതൊരു വല്ലാത്ത ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടലിന്റെ കാര്യം ഞാൻ പക്ഷെ അപ്പൊ നമ്മളെ സമാധാനിപ്പിക്കാൻ ചുറ്റും ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷെ അതിലൊരു ലിമിറ്റ് ഉണ്ട്. അവർക്ക് ആ ബുദ്ധിമുട്ടില്ലെങ്കിലും നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോ ഒരു വിഷമാണ്. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞില്ലേ, എൻ്റെ വെച്ചാൽ ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡെലിവറി ജോബിനായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഫ്രീ ആണ്. അതായത് ഞാൻ വണ്ടി കയറി ഞാൻ രാവിലെ ചായ ആക്കിയിട്ട് റൂമിൽ നിന്ന് ചായ എടുത്തിട്ടാണ് ഞാൻ വണ്ടിയിലോട്ട് ഇറങ്ങാറ്. ഒരു കപ്പ് ചായ ആയിട്ട് വണ്ടിയിലോട്ട് ഇറങ്ങും. ആ വണ്ടിയിലേക്ക് കയറുന്ന മുതൽ കോളിംഗ് ആയിരിക്കും ഞാൻ ഓഫീസിലെത്തുന്നവരെ. അതായത് ഒരു 10-20 മിനിറ്റിലെ ട്രാവലാണ്. ഓഫീസിലെത്തുന്നവരെ ഞാൻ സംസാരിക്കും. അവിടെ നിന്ന് സാധനം എടുത്തിട്ട് പിന്നെയും കോൾ ചെയ്യും. ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കസ്റ്റമറിനോട് സംസാരിക്കും. അപ്പോൾ ഇവള് ലൈനിലുണ്ടാവും. ഇവളോട് ഞാൻ സംസാരിക്കും അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഇതാക്കി നമ്മൾ ഒരുപാട് സമയം ഒരു ദിവസം സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ സംസാരം പെട്ടെന്നില്ലാണ്ടായപ്പോഴേ എന്താ പറയുക, എനിക്കാരുമില്ല.
നമ്മളെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആള് നമ്മളെടുക്കില്ലെങ്കിലേ അതൊരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ചിരിച്ച് കേട്ടിരിക്കുന്നില്ലേ, അല്ലെ പറയുമ്പോൾ ചിരിക്കുന്നില്ലേ, കാരണം ഇതെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പറ്റും. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ വിഷമങ്ങളായിരുന്നാലും പറഞ്ഞ് ഞാൻ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ. പിന്നെ നമ്മളെപ്പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു. അത് ഇതുപോലെ തന്നെ ഭർത്താക്കന്മാർ മരിച്ച ആൾക്കാർ, അതിൻ്റെ അകത്ത് 1-2 പേര് ഡിവോഴ്സായ ആൾക്കാരുണ്ട്. ഇങ്ങനെ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സായ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർ വന്നിട്ട് ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ സെയിം സിറ്റുവേഷനിലൂടെ കടന്നുപോയ എല്ലാ മനുഷ്യന്മാർക്കും നമ്മളെന്താ പറയുന്നതെന്ന് മനസ്സിലാവും. ബാക്കിയുള്ളവർ വിചാരിക്കും നമ്മൾ പുതിയൊരു ലൈഫ് ചൂസ് ചെയ്തല്ലോ, അതുകൊണ്ട് അവരെല്ലാം കഴിഞ്ഞു, പഴയതെല്ലാം കഴിഞ്ഞു, സ്നേഹം കൊടുത്ത ആ സംഭവം എല്ലാം കഴിഞ്ഞ്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ 2 പേര് കല്യാണം കഴിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ അത് മാത്രമല്ല, എല്ലാം തമ്മിൽ ഷെയർ ചെയ്യാൻ, നമ്മളെ ഫീലിങ്സ് ആയാലും സന്തോഷമായാലും സങ്കടമായാലും എല്ലാ സാധനങ്ങളും തമ്മിൽ ഷെയർ ചെയ്യാനാണ് 2 പേര് കൂടെ കൂടുന്നത്. അത് നിങ്ങൾ തമ്മിൽ ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ വീഡിയോസ് കാണുന്ന, ഇനിയിപ്പം നമ്മൾ വിമർശിക്കണം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ പാർട്ട്നേഴ്സ് എങ്ങനെയാണ്, അത് മാത്രമേ നിങ്ങളെ ബെഡ്റൂമിലുള്ള ആ കുറച്ച് സമയങ്ങൾ മാത്രമാണോ സ്നേഹം, അത് മാത്രമാണോ നിങ്ങൾ തമ്മിൽ പങ്കുവെക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ റമീസ് ഖാൻ്റെ കഥ കേട്ടിട്ട് തന്നെ എൻ്റെ വെച്ച് ഞാൻ എല്ലാം ചുരുക്കിയിട്ടോ, ഇത്രയും പറഞ്ഞ തന്നെ ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിടയിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നേ. നമ്മളെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേമിക്കുന്ന സമയത്ത്, കല്യാണത്തിൻ്റെ സമയത്ത് നമ്മളെ അകറ്റാൻ നോക്കിയിട്ട് ഒരുപാട് നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങളിങ്ങനെ അകറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നടക്കരുത് എന്നുള്ള രീതിയിൽ. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ കുറിച്ചിട്ട് അല്ല കല്യാണം കഴിഞ്ഞില്ല. ഞാൻ പ്രേമിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പ്രേമിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് കുത്തലുകളും കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ജസീല രാജകുമാരിയായിരുന്നു. പക്ഷെ ഒരു ഇതിലും ഞാൻ അവളെ സങ്കടപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ സങ്കടപ്പെടുത്തിയിട്ടോ ഇതാക്കിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത്ര ഇഷ്ടമായിരുന്നു. റമീസ് ഖാന്റെ സ്റ്റോറി ഇതാണ് കേട്ടോ. റമീസ് ഖാന്റെ രാജകുമാരിയായിരുന്നു, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കേൾക്കുമ്പോ ഒരു കുത്തലെല്ലാം വരും, എന്നാലും എനിക്കറിയാം. കാരണം സത്യം അതാണ്. അല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളിപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം ഞാൻ എപ്പോഴും ഫൽക്കാനെ പറയുന്നത്, കാരണം നമുക്ക് മക്കളും കൂടി ഉണ്ട്. അപ്പം മക്കളും കൂടി ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ഫൽക്ക നമ്മളെ ഇടയിൽ ടോപ്പിക്കായിട്ട് വരും. കാരണം കുട്ടികളോട് നമുക്ക് മറന്നിട്ട് നിങ്ങൾ ഈ വാപ്പാനെ മാത്രം ഇതാക്കുമെന്ന് പറയുന്നത് ഞാൻ ഫൽക്കാട് ചെയ്യുന്ന തെറ്റായിപ്പോവും. ഞാനും ഫൽക്കയും തമ്മിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ വൈകുന്നേരം വന്നിട്ട് കുനിച്ചുർത്തി കോമ്പിനടിച്ചിട്ട് അങ്ങ് അടിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മക്കളോട് പറയും അങ്ങനെ ഒരു വാപ്പാനെ കുറിച്ച് ആലോചിക്കേണ്ടെന്ന്. എനിക്കിപ്പോൾ അത് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ നമ്മളെ ഇപ്പം റമീസ് ഖാൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞ പോലെ ഫൽക്ക എന്നെ അത്രയും നന്നായിട്ട് നോക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ ഈ മരിക്കുന്നവരെ മറക്കാൻ പറ്റില്ല. +2 പഠിക്കുമ്പോൾ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന് തന്നെ ഈ ഒരു ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്ന രീതിയിലോട്ടേക്ക് മാറ്റാൻ വരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നല്ലപോലെ ഡൗൺ ആയിട്ടുണ്ടായിന്. എൻ്റെ കഥ വേറെ തന്നെ പറയാം. കാരണം വെച്ചാൽ ഇതന്നെ അത്യാവശ്യം നല്ലപോലെ ലോങ് ആയിട്ടുണ്ടാവും അല്ലേ. എൻ്റെ അത് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്യാം. പിന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് റമീസ് ഖാൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വന്നു കഴിഞ്ഞാലേ റമീസ് ഖാൻ്റെ സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്ന ഭാഗത്ത് സ്കിപ്പ് ചെയ്തിട്ട് കാണുക. എൻ്റെ സ്റ്റോറി ഞാൻ ഇതിനകത്ത് പറയാം. അപ്പം റമീസ് ഖാൻ്റെ സ്റ്റോറി വെച്ചവർക്കുള്ള വീഡിയോ ഉണ്ട്. ഇതൊക്കെയാണ് റമീസ് ഖാൻ്റെ സ്റ്റോറി. പിന്നെ റമീസ് ഖാൻ ആളൊരു കലിപ്പനാണ്, അങ്ങനെ പറയണം. കലിപ്പനൊന്നുമല്ല കേട്ടോ, പാവാണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്കിവിടെ നിർത്താം അല്ലേ. അപ്പം സെക്കൻഡ് പാർട്ട് പോയിട്ട് ഇതേ ഡ്രസ്സിൽ ഇപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യും. പക്ഷെ അത് സെക്കൻഡ് പാർട്ടായി ഇടാൻ, കാരണം സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ അതിങ്ങനെ കളയാനുണ്ടാവില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് കുറച്ച് കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടുന്നേരം അതിലേക്കും ബൈ.